സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അൽ മുസ്ബിലു ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ മുസ്ബിലു ആരാണ്? നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിക്കുന്നവനാണ് കേട്ടോ. ഓ ഉപ്പമാരെ, വയലുകൾക്കെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബ്ബിന്റെ കോടതി എത്തുന്ന സമയത്ത് വിരൽ കടിക്കേണ്ടി വരും. സംഗതി വളരെ ചെറുതായി കണ്ടാലും റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ ഡേഞ്ചറാണ്, ഡേഞ്ചറാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയട്ടെ, നീ ധരിക്കുന്ന ഏത് വസ്ത്രമായാലും അതേ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിപ്പോകാനേ പാടില്ല. റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുഖം നോക്കൂല, റബ്ബ് അവനോട് സംസാരിക്കൂല. വലഹും അദാബുൻ അലീം, കഠിന കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ് കേട്ടോ. ആരാണ് മൂന്ന് വിഭാഗം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം മറക്കുന്നവനാണ് കേട്ടോ. ഒന്നും കൂടി പറയട്ടെ, ഈ ഹദീസ് വ്യത്യസ്തമായ റിപ്പോർട്ടിലൂടെ വന്നത് കാണാം, വ്യത്യസ്തമായ റിപ്പോർട്ടിലൂടെ വന്നത് കാണാം. ഇതങ്ങ് പറഞ്ഞ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെരിയാണിക്ക് താഴെ വസ്ത്രമറക്കുന്നവർ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിയാൽ അവൻ നരകത്തിലെന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ഓ നബിയേ, സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത ബേജാറാണ്. സിദ്ദീഖ് തങ്ങൾക്ക് വലിയ ദുഃഖമാണ്. എന്താണ് ദുഃഖത്തിന്റെ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെ വസ്ത്രം കയറ്റി കൊടുത്താലും അതങ്ങ് ജാറി 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 താഴോട്ട് വീഴുകയാണ്. എത്ര മേൽപോട്ട് കയറ്റി കൊടുത്താലും അത് താഴോട്ട് വീഴുകയാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയറ് കുറഞ്ഞവരാണ്, ഒട്ടിയ വയറിന്റെ ഉടമയാണ്. എത്ര കയറ്റി കൊടുത്താലും അവിടുത്തെ വസ്ത്രം മേൽപോട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് വസ്ത്രം താഴോട്ട് ഇറങ്ങി വീഴുകയാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ കരയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ എത്ര കയറ്റി കൊടുത്താലും എന്റെ വസ്ത്രം താഴോട്ട് ഇറങ്ങുകയല്ലേ? തങ്ങളല്ലേ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുന്നവര് നരകത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞല്ലോ നബിയേ. എന്റെ വസ്ത്രം താഴോട്ട് ഇറങ്ങുകയല്ലേ നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ജറ തൗബഹു ഖുയലാ, അഹങ്കാരത്തിന് വേണ്ടി, കിബിറിന് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിക്കുന്നവനാരാണ്? അവൻ നരകത്തിലാണ് കേട്ടോ. ഈ ഉള്ളാളത്ത് ദർഗയില് അതാ ഇന്ന് വയലും കേട്ടിട്ട് നാളെ നേരം വെളുക്കുമ്പോ പഴയതുപോലെ തന്നെയാണ്, വസ്ത്രം നിലത്തിട്ടങ്ങ് വലിക്കുകയാണ്. ഇന്ന് വരെ വലിച്ചത് അറിയാഞ്ഞിട്ടാണ്. ഇപ്പോൾ വയല് കേട്ടിട്ടും അതാ നാളെ അതേപോലെ നിന്റെ പാൻറ്റും നിന്റെ പൈജാമും നിന്റെ തുണിയും നിന്റെ കമീസും ഒക്കെ നിലത്തിട്ട് നീ അങ്ങ് വലിക്കുമ്പോ നീ ഒരു ധിക്കാരിയല്ലേ, നീ ഒരു അഹങ്കാരിയല്ലേ, അറിഞ്ഞിട്ടും വലിച്ചു നടക്കുകയല്ലേ? അഹങ്കാരത്തിന് വേണ്ടി നിലത്തിട്ട് വസ്ത്രം വലിക്കുന്നവനാരാണ്? അവൻ നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് സിദ്ദീഖ് തങ്ങൾ കരയുമ്പോഴാണ് റസൂൽ ഇത് പറയുന്നത്. അപ്പൊ പറഞ്ഞ വാക്കിന്റെ അർത്ഥം സിദ്ദീഖ് തങ്ങൾ ആ പട്ടികയിൽ പെട്ടതല്ല. എന്തുകൊണ്ട്? എത്ര കയറ്റി കൊടുത്താലും തുണി താഴോട്ട് വീണ് പോകലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ തുണി താഴോട്ട് ഉടുക്കലല്ല, അത് താഴോട്ട് വീണ് പോകലാണ്. അത് പ്രശ്നമല്ല. അങ്ങനെ വീണ് പോയാ വീണ്ടും കയറ്റി ഉടുക്കേണ്ടവരാണ്. ഇരിക്കട്ടെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 3 വിഭാഗം ജനങ്ങള്, അവരിലേക്ക് റബ്ബ് നോക്കൂല, റബ്ബ് അവരോട് സംസാരിക്കൂല. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് 3 വിഭാഗം ജനങ്ങൾ. ഒന്ന്, നിര്യാണിക്ക് താഴെ അഹങ്കാരത്തിന് വേണ്ടി വസ്ത്രമിട്ട് വലിക്കുന്നവൻ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓർമ്മപ്പെടുത്തുന്നു, എത്ര വലിയ പാന്റ് ധരിച്ചാലും അത് താഴ്ഭാഗത്തുനിന്നതിനെ മടക്കി, താഴ്ഭാഗത്ത് മേൽപോട്ട് മടക്കി, ഒരു കാരണവശാലും നിര്യാണിക്ക് താഴെ വസ്ത്രം വീണുപോകുന്ന കാര്യം വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു പക്ഷേ നരകത്തിൽ പോകാൻ കാരണം ഈ ഒരു പ്രവർത്തനമായിരിക്കും. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഇനി നിങ്ങൾ അറിയുമോ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരത്തെ ആളില്ലാത്തത് കൊണ്ടാണ് ശബ്ദം. ഇപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് ഉറഞ്ഞില്ലേ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണ് രണ്ടാമത്തെ വിഭാഗം? റബ്ബ് സുബ്ഹാനഹു തആല സംസാരിക്കാത്ത, റബ്ബ് മുഖം നോക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ റബ്ബിന്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ, റബ്ബ് സുബ്ഹാനഹു തആല മുഖം നോക്കാത്തവർ. ആരാണ് രണ്ടാമത്തെ വിഭാഗം? വൽ മന്നാൻ. രണ്ടാമത്തെ വിഭാഗം നമ്മുടെ വിഷയത്തിൽ നിന്ന് പുറത്താണ്. എന്നാലും ഹദീസിൽ 3 ഉള്ളത് കൊണ്ട് 1 മാത്രം പറഞ്ഞു നിർത്തുന്നത് ശരിയല്ലല്ലോ. വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കണം. കാരണം 1 മാസം വേളുണ്ടാകുമ്പോൾ ഞാൻ മറ്റുള്ള വിഷയം ഞാൻ പറഞ്ഞാൽ അക്രമല്ലേ? എന്റെ വിഷയം നാളെയാണ്. നാളെ ഈ തൗഹീദ് ഉറക്കാത്ത മുജാഹിദ് അല്ലേ, എന്റെ വിഷയം നാളെയായിരുന്നു. പക്ഷേ കാസർഗോഡ് ജില്ലാ SVSന്റെ കരുത്തനായ പ്രസിഡന്റ് പള്ളംകോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് ഇന്നായിരുന്നു വരേണ്ടത്. ഉസ്താദിന്റെ മകനിക്ക് സുഖമില്ലാതെ മെഡ്രാസ് ഹോസ്പിറ്റലിലാണ്. ഇൻഷാ അല്ലാഹ് നാളെ വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്നെത്തിപ്പെടാനുള്ള കാരണം. എന്റെ വിഷയം നാളെയാണ്. ഇൻഷാ അല്ലാഹ് പള്ളംകോട് ഉസ്താദ് നാളെ ആ വിഷയം പറയും. ഇന്ന് ഞാൻ പള്ളംകോട് ഉസ്താദിന്റെ വിഷയം പറയാണ്. അതാ വസ്ത്രധാരണ. ഇത് മറ്റൊരു വിഷയത്തിൽ കടന്നാൽ വിഷയങ്ങൾ പലതുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ള വിഷയം കവർന്നെടുക്കലാകും. അതുകൊണ്ട് ഹദീസിന്റെ ഒറ്റ കാര്യം പറയട്ടെ, അൽ മന്നാൻ. റബ്ബ് സുബ്ഹാനഹു തആല സംസാരിക്കാത്ത, റബ്ബ് മുഖം നോക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരാ? അൽ മന്നാൻ. മന്നാനിയല്ല കേട്ടോ, മന്നാൻ. കൊടുത്തനെ എടുത്തു പറയുന്ന ആള്. കൊടുത്തനെ എടുത്തു പറയുന്നു, ഞാൻ ആടെ ഇത്ര കൊടുത്ത്, ഞാൻ ഇവിടെ ഇത്ര കൊടുത്ത്, ഞാൻ ദർഗക്ക് അത്ര കൊടുത്ത്. അത് ഇവിടെ പറയുന്ന സ്റ്റേജിൽ തന്നെ മെച്ചന്മാർ മുമ്പിലല്ലേ ഇങ്ങനെ ഓരോന്ന് കൊടുത്തനെ എടുത്തു പറയുന്ന ആള്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയ അക്രമം എന്താണ്? ഇതിനേക്കാളും വലിയ അക്രമുണ്ടോ? ഇനി എനിക്ക് എവിടെയെങ്കിലും തലേ കെട്ടി വേദ പറയാൻ വയ്യോ? എന്റെ വേദ പറയാൻ കയ്യിൽ എന്തുകൊണ്ട്? ആരെങ്കിലും പണ്ട് എനിക്ക് 10 രൂപ സഹായിച്ചിട്ടുണ്ടാവും. നോക്കറ, ഞാൻ കൊടുത്തിട്ടുള്ള മൊബൈൽ തൈനെ, നോക്കറ, ഞാൻ കൊടുത്തിട്ടുള്ള മൊബൈൽ തൈനെ അല്ലേ? ഇങ്ങനെ ഏതൊക്കെ എവിടെയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാനെന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കൊടുത്തനെ എടുത്തു പറഞ്ഞാൽ വെള്ളത്തിൽ മൂത്രമൊഴിച്ചതുപോലെ. കുളത്തിന്റെ ഉള്ളിൽ മുങ്ങിയിട്ട്, തണ്ണിന്റെ ഉള്ളിൽ മുങ്ങിയിട്ട് മൂത്രമൊഴിച്ച് നോക്കിയാൽ ഗുള്ള പോകുന്നതേ കാണും. ഇങ്ങനെ അതേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, കൊടുത്തതിനെ ഒരിക്കലും എടുത്തു പറയാൻ പാടില്ല. ഇത് നമുക്ക് വല്ലാത്തൊരു മുസീബത്താണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നടന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികൾ പ്രശ്നം നടന്നാൽ, നോക്കുക, ഒരിക്കൽ വെള്ളം കൊടുത്തില്ലേ, ഒരിക്കൽ അത് കൊടുത്തില്ലേ, പൊര കിട്ടുമ്പോ ഓട് കൊടുത്തില്ലേ, കല്ല് കൊടുത്തില്ലേ, ഇപ്പൊ കണ്ടറവന് പടച്ചറബ് നീ കൊടുത്തതൊക്കെ പോയില്ലേ? നീ കൊടുത്തത് മുഴുവനും പോയില്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നീ കൊടുത്ത സ്വതക്കനെ, കൊടുത്തതിനെ എടുത്തു പറഞ്ഞിട്ട്, നീ കൊടുത്തവരെ ഇടങ്ങേറാക്കിയിട്ട് അതിന്റെ കൂലി നീ നഷ്ടപ്പെടുത്തല്ല.
പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അരേ കൊടുത്തനെ എടുത്തു പറയുന്നവരാരാണ്? എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തിങ്ങനെ പറഞ്ഞു നടക്കുന്നവര് അവര് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഇല്ല അവന്റെ മുഖം റബ്ബ് നോക്കൂല, അവനോട് റബ്ബ് സംസാരിക്കൂല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നീ ആർക്കെന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എടാ അത് നിന്റെതല്ല കേട്ടോ. നീ ഒരാൾക്ക് 10 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തത് നിന്റെതല്ല. ഉദാഹരണമായി പറയട്ടെ, ഇവിടത്തെ പ്രസിഡന്റ് ആകുന്ന ഹംസാജി എനിക്കൊരു 100 റുപ്യ തന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ എനിക്ക് ആ 100 റുപ്യ റബ്ബ് കണക്കാക്കിയതാണ്, എനിക്കത് തരാ റബ്ബ് കണക്കാക്കിയതാണ്. തരാൻ ഒരു കാരണക്കാരൻ മാത്രമാണ്. ഇയാൾ ഒരു കാരണക്കാരനായി എനിക്ക് കിട്ടിയെന്നല്ലാതെ അത് അയാളുടേത് അല്ല, അത് റബ്ബിന്റെ മുതലാണ് കേട്ടോ. ലോകത്ത് ഏത് സംഗതിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മഹാന്മാരുടെ ചരിത്രം നിങ്ങൾ കണ്ടില്ലേ? ആരിഫീങ്ങളുടെ ചരിത്രം കാണാം, ജാമിഉ കറാമാത്തിലൊക്കെ എഴുതി വെച്ചത് കാണാം. വലിയ വലിയ ആരിഫീങ്ങളാകുന്ന മഹാന്മാര് അതാ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നവര് ഒരു മഹാന്റെ ചരിത്രം കിതാബിൽ കാണുന്നുണ്ട്. എന്താ ചരിത്രം എന്നറിയോ? അതാ ഒരു മഹാൻ ഇങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ ആരോ ഒരാൾ വന്നിട്ട് പറയുന്നു, ഓ മഹാനവർകളെ, നിങ്ങളെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു, നിങ്ങളെ പെണ്ണുങ്ങൾ പ്രസവിച്ചിരിക്കുന്നു. ഈ ഇബാദത്തുമായി പള്ളിയിൽ കൂടിയ മനുഷ്യന് നേരെ തന്റെ ഭാര്യന്റെ മുമ്പിലേക്ക് നീങ്ങുകയാണ്. തന്റെ പെണ്ണിന്റെ മുമ്പിലേക്ക് നീങ്ങിട്ട് അതാ പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കുന്നു. ആ പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് ഇയാൾ അങ്ങ് ചിരിക്കുന്നു, നേരെ പള്ളിയിലേക്ക് പോകുന്നു. കുഞ്ഞിനെ നോക്കി ചിരിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു. വേറൊരു വിഷയമൊന്നുമില്ല. പെറ്റൊക്കെ എന്തെങ്കിലും വേണോ? പൈസ വേണോ? മരുന്ന് വേണോ? ലേഹം വേണോ? അരിഷ്ടം വേണോ? ഒന്നുമില്ല. ഇയാള് കുഞ്ഞിനെ നോക്കി ചിരിച്ചു ഒറ്റ പോക്ക് പള്ളിക്ക്. അപ്പോഴേക്ക് തിരിയോ പെഞ്ഞായി അല്ലെ, ഇവിടെ പെഞ്ഞായി ഇങ്ങനെ അറിയില്ല. ആ പെഞ്ഞായി ചോദിച്ച്, അല്ല നിങ്ങളെന്താ കിടാനും നോക്കിയിട്ട് ചിരിച്ചേന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയുന്നത്, ഞാൻ ചിരിച്ചേ ഈ ബായി കീറിനാ കൂട്ടിനാ നോക്കിയേ. ബായിലെ ചുണ്ടു, ഈ ചുണ്ടു കൂടിയിട്ടുണ്ടാ തുറന്നിട്ടുണ്ടാ നോക്കിയേ. നോക്കുമ്പോ തുറന്നിട്ടുണ്ട്. അത് തുറന്നിട്ട് ചിരിക്കുന്നതിന് അത് തുറന്നവൻ അള്ളയല്ലേ? അത് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയുന്നത് കൊണ്ടല്ലേ അള്ളാഹ് തുറന്നത്? അല്ലെങ്കിൽ അള്ളാഹ് കൂട്ടട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്തിനു ചിന്തിക്കണം? ഈ ബായിന് അള്ളാഹ് തുറന്നത് ഈ കുഞ്ഞിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള റെഡിയായത് കൊണ്ടല്ലേ? നേരെ വെച്ച് അള്ളാഹ് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിലോ അള്ളാഹ് ചുമ്മാ കൂട്ടട്ടിയായിരുന്നു. അപ്പൊ ഭക്ഷണം തരുന്നവൻ അള്ളയാണ്, എല്ലാം തരുന്നവൻ അള്ളയാണ്. എനിക്ക് 100 റുപ്യ ആചാര് തന്നതും അതും അള്ള തന്നതാണ്. പക്ഷേ എല്ലാത്തിനും ചില കാരണങ്ങൾ കാണാം, അതിലൊരു കാരണമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതുപോലെ എനിക്കൊരാൾ ഡ്രസ്സ് തന്നാൽ ആ ഡ്രസ്സ് തന്നവൻ അള്ളയാണ്, പക്ഷെ അയാൾ ഒരു കാരണക്കാരൻ മാത്രമാണ്. ഇങ്ങനെ ലോകത്ത് പലവരെയും അള്ള കാരണക്കാരായി വെച്ചിരിക്കുകയാണ്. എന്നാ പറയട്ടെ, നീ കാരണക്കാരനായിട്ട് നിന്റെ കയ്യിലുള്ള 100 റുപ്യ തന്നിട്ട് അത് തരാൻ വേണ്ടി റബ്ബ് നിന്നോട് കൽപ്പിക്കുമ്പോ, നീ ഇന്നാൾക്ക് കൊടുക്കണമെന്ന് റബ്ബ് നിന്നോട് കൽപ്പിക്കുമ്പോ, അത് റബ്ബ് കൽപ്പിച്ചിട്ട് റബ്ബ് തന്ന മുതലിൽ നിന്ന് നീ തന്നതാണ്. അതിനെ എടുത്ത് പറയാൻ നിനക്ക് അധികാരമുണ്ടോ? അത് നിന്റേതാണെങ്കിലല്ലേ നീ പറയേണ്ടത്. അത് നിന്റേതല്ലല്ലോ, അത് റബ്ബിന്റെതല്ലേ. ആ റബ്ബിന്റെ മുതൽ നീ തരാൻ ഒരു കാരണക്കാരനായത് മാത്രമല്ലേ, പിന്നെ എന്തിനാണ് നീ എടുത്തു പറയുന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മന്നാൻ, കൊടുത്തതിനെ എടുത്തു പറയുന്നവരാരാണ്? അവരെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ റബ്ബ് അവന്റെ മുഖം നോക്കൂല, അവന് വല്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. മൂന്നാമതായി പറയട്ടെ, വിഷയമല്ല, ഹദീസിന്റെ പകുതി കട്ടു എന്നാലും ലൈവിൽ കേൾക്കുന്ന പറയണ്ട, ഹദീസ് പകുതി കട്ടു. ചിലപ്പോൾ ഇതൊക്കെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഹദീസ് പൂർത്തിയാക്കാൻ വിഷയത്തിലേക്ക് വരുന്നു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. കള്ള സത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ആള്, കള്ള സത്യം ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്നവർ സുബ്ഹാനല്ലാഹ് പേടിയാന്ന് പറയാൻ. എന്നാലും പറയട്ടെ, ബ്രോക്കർമാർ ആരുണ്ടോന്നറിയില്ല, ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. പണ്ട് നമ്മളെ കൂറ്റമ്പാറ ഉസ്താദ് ഉദാഹരണം പറയുന്നുണ്ടായിരുന്നു. കൂറ്റമ്പാറ
ഹാസന്റെ വേദ കഴിഞ്ഞോ? ഇവിടെ കഴിഞ്ഞോ? ഉസ്താദ് ഉദാഹരണം പറയുന്നുണ്ടായി. എന്തറിയോ, ഈ സലഫികൾ മതം പറയുന്നില്ല, അത് നാളെ പറയേണ്ട ഉദാഹരണമാണ്. സലഫികൾ ദീന് പറയുന്നതിനെ സംബന്ധിച്ച് ഉസ്താദിന് ഉദാഹരണം പറയുന്നുണ്ട്. പണ്ടെന്തറിയോ, ഈ പശു കച്ചവടം ചെയ്യുന്നില്ല, പയ്യോ നാക്കാലി മൃഗങ്ങള്, ഈ പശുവിനെ കച്ചവടം ചെയ്യുന്ന ഒരാള്, അങ്ങനെ പശുവിനെ കച്ചവടം ചെയ്യുന്ന ഒരു ബ്രോക്കർ, ഈ ബ്രോക്കർ എന്താക്കി, അങ്ങനെ പശുവിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരു പൊരക്കാരൻ പറഞ്ഞു, നിങ്ങൾ പോലെ പയ്യ മേഖലയില്ലേ ഉണ്ട്, എരുമ മേഖലയില്ലേ ഉണ്ട്, നിങ്ങൾ എവിടെങ്കിലും പോയ എന്റെ മോനിക്ക് നല്ല പെണ്ണുണ്ടെങ്കിൽ പറയണോന്ന് പറഞ്ഞു. നല്ല പെണ്ണിന്റെ മോക്കുണ്ടെങ്കിൽ പറയണോന്ന് ജോലി ഏറ്റെടുത്തിട്ട് പോയി. ജോലി എപ്പോഴും പയ്യന്റെ വിഷയം ചെത്തി തന്നെ വേദല്ലേ, നല്ല പയ്യു, നല്ല പാല് കിട്ടുന്നു, 6 മാസത്തെ ഗർഭിണിയായ പയ്യു, ഈ പയ്യു കടിച്ചിട്ടാ നല്ല പാല് കിട്ടും, ഒരിതിങ്ങനെ പറഞ്ഞിട്ട് വേദയാണ്. അങ്ങനെ അവസാനം എന്താക്കി, ഇവനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ട് പെണ്ണിന്റെ ഉപ്പാനെ കണ്ട്, ഈ പുതിയാപ്പുള്ള ഉപ്പാനെ കണ്ട്, ഉപ്പാനോട് പറ്റി പറഞ്ഞു, ഉപ്പ ഞാൻ നിങ്ങളെ മോനി പൊതുകൊണ്ട് വെച്ചില്ല, അറിയാം നല്ല എങ്ങനത്തെ പെണ്ണെന്നറിയോ, അങ്ങനത്തെ ഒരു പെണ്ണ് മൈക്കാലത്തില്ല. പക്ഷേ എന്താ പെണ്ണു, എന്താ ഓളെ മുഖം, എന്താ ഓളെ കൈ, അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് അറിയണോ, 4 മാസത്തെ ഗർഭിണിയും കൂടിയാണ്. ഇതാണ് മുജാഹിദ് മതം പറഞ്ഞാൽ ഉണ്ടാവുക. എന്ത് പൈക്കാരി കച്ചവടാക്കുന്നതിന് പെണ്ണ് പോന്ന് പൊതു അറിയിച്ച കണക്കാണ് സലഫിന്റെ മുജാഹിദ്, സലഫിന്റെ ദീന്. അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കത്തെ. ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ചിലവരിങ്ങനെ പറയുമ്പോ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് അങ്ങ് എത്തിപ്പോവാണ്. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ പാച്ചക്കള്ളം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവര്. ഒരു ബ്ലോക്കർ പെണ്ണാക്കിയൊരാൾ, അങ്ങനെ ബ്ലോക്കർ ഈ പറഞ്ഞ് ദയിപ്പിച്ചിട്ട് ഓനെ പെണ്ണ് നോക്കാതെ നമുക്കാക്കി. എന്താ പറഞ്ഞെന്നറിയ, എങ്ങനത്തെ പെണ്ണുങ്ങറിയൊരാ, എങ്ങനത്തെ പെണ്ണ്, നല്ല പൈനാപ്പിൾ പോലത്തെ പെണ്ണ്. പൈനാപ്പിൾ ഇവിടെ ഉണ്ടച്ചക്ക എന്നറിയാം നമ്മള്, നല്ല പൈനാപ്പിൾ പോലത്തെ പെണ്ണ്. ജോൺ ഗൾഫിലുണ്ടായി, മംഗലത്തിന് 2 മുന്നേ വന്ന്, അങ്ങനെ മംഗലം 2 മുന്നേ വന്ന് ഞായറാഴ്ച മംഗലം കഴിഞ്ഞ് എല്ലാം റെഡിയായിട്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടി വീട്ടുകൂടാൻ പോയിട്ട് നോക്കുമ്പോ മൂട്ടിലാകെ കുത്തു കൂട്ടുണ്ട്, മൂട്ടാകെ കുത്തു. പടച്ചറബേ, ഇതാ നിങ്ങൾ ചെല്ലിയ പെണ്ണ്. നിങ്ങൾ എന്നോട് പറഞ്ഞു പൈനാപ്പിൾ പോലത്തെ പെണ്ണുങ്ങല്ല പറഞ്ഞു. അത് പൈനാപ്പിൾ തന്നെ അല്ലേ, നോക്കിയാ നീ മൂട്ടിന് കുത്തു കൊണ്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പൈനാപ്പിൾ പോലത്തെ ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് പലതും ചെയ്യുന്നവർ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും കള്ളസത്യം ചെയ്തിട്ട് വല്ലാഹി തുമ്മ വല്ലാഹി ഇങ്ങനെ കള്ളസത്യം ചെയ്തിട്ട് അതാ കച്ചവടം ചെയ്യുന്നവരുണ്ടോ, സാധനങ്ങളെ വിൽക്കുന്നവരുണ്ടോ, അത് ചതിയാണ്, വഞ്ചനയാണ് കേട്ടോ. ഇല്ലാത്ത കറികൾ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അറിയുമോ, മഹാനായ താജുൽ ഉലമാ, അവരെ ഉസ്താദാകുന്ന മഹാനായ കന്നിയത്തോർ, അല്ലാഹു ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. കന്നിയത്ത് ഉസ്താദിന്റെ സ്മരണികയിൽ കാണാം, ഒരു മരക്കച്ചവടം തുടങ്ങി. കന്നിയത്ത് ഉസ്താദ് മരക്കച്ചവടം തുടങ്ങി. എന്നിട്ടോ മരക്കച്ചവടം തുടങ്ങിയിട്ട് ആരെങ്കിലും മരം വാങ്ങാൻ വേണ്ടി വന്നാൽ ഉസ്താദ് കൊണ്ടുപോയി മരം കാണിച്ചിട്ട് പറയും, മോനെ ഈ മരം കണ്ടോ, അത് ഇന്ന മരമാണ്, അത് ആടെ ഒരു ഒട്ടയുണ്ട്, ഇവിടെ ഒരു ഒട്ടയുണ്ട്, ഇവിടെ ഒരു ഒട്ടയുണ്ട്. ഇങ്ങനെ എല്ലാ കുറവുകളും കാണിച്ചിട്ട് മരക്കച്ചവടം നടത്തി അവസാനം നഷ്ടങ്ങൾ സംഭവിച്ച് നിർത്തേണ്ടി വന്നു. ആരെങ്കിലും ഒരാൾ കച്ചവടം ചെയ്യുമ്പോ അങ്ങനെ കുറവ് എടുത്തു പറയുമോ? ഇല്ലാത്ത മതുകളല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ള സത്യം ചെയ്തിട്ട് ചരക്കുകളെ വിൽക്കുന്നവരാരാണ്? അവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ മുഖം നോക്കുകയില്ല. അവർക്ക് അതേ റബ്ബ് അവരോട് റാഹത്തിന്റെ സംസാരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നെരിയാണിക്ക് താര വസ്ത്രം ഇറങ്ങുന്നവൻ, ഇതാണ് എന്റെ വിഷയം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്. അൽ മുസ്ബില്, നാളെ റബ്ബ് സംസാരിക്കാത്ത, റബ്ബ് മുഖം നോക്കാത്ത വലിയ ശിക്ഷ അനുഭവിക്കേണ്ട ഒന്നാമത്തെ വിഭാഗം ആരാണ്? അൽ മുസ്ബിൽ, അതേ
നെരിയാണിക്ക് താഴെ വസ്ത്രം മറക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് വാല് കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സംഗതി ഡേഞ്ചറാണ്. ഒരു കാരണവശാലും നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങി പോകരുത് കേട്ടോ. പോരാ ഒന്നും കൂടി പറയട്ടെ, ഒരു പുരുഷന്റെ വസ്ത്രം പൊക്കിളിന് താഴെ ഇറങ്ങല്ലേ. ഞാനിത് പറയുമ്പോ ഉമ്മമാരെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ചിരിക്കാൻ നിൽക്കണ്ട. ഇത് പുരുഷന്മാരെ കുറിച്ചാ പറയുന്നത്. സമയം കിട്ടിയാൽ നിങ്ങളെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ദേവർശോല ഉസ്താദ് പറയും. കുറെ നിങ്ങളെയും പറയാനുണ്ട്. ഇന്നത്തെ വേഷവിധാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും പൊക്കിളിന് താഴെ മനുഷ്യ നിന്റെ വസ്ത്രം ഇറങ്ങിപ്പോകാൻ പാടില്ല. അതുപോലെ നെരിയാണിക്ക് താഴെ ഇറങ്ങാനും പാടില്ല. ഒന്നും കൂടി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ വിഷയത്തിൽ ഒരു ഹദീസ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമ്മളിലേക്ക് ഇങ്ങോട്ട് കയറി വരികയാണ്. മദീനത്തെ പള്ളി റസൂലുള്ളാഹി കയറിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ മഅശറൽ മുസ്ലിമീൻ. അതാ മദീനത്തെ പള്ളിയിൽ കൂടിയ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അതാ ഒരു പ്രസംഗം നടത്തുന്നു. എന്താണ് നടത്തിയ പ്രസംഗം? ഇത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ നന്നായി പേടിക്കുന്നവരാകണം, റബ്ബിനെ നന്നായി സൂക്ഷിക്കുന്നവരാകണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വസിലോ അർഹാമക്കും, നിങ്ങൾ കുടുംബത്തിന്റെ ബന്ധം ചേർക്കുന്നവരാകണം. എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, പോരാ കുടുംബത്തിന്റെ ബന്ധം ചേർക്കുന്നവരാകണം. ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് വിശാലമായ ഒരു ഹദീസ് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന റീഹൽ ജന്നതി യൂജദു മിൻ മസീറതി അൽഫി ആം. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ സ്വർഗത്തിൽ കടക്കൽ അല്ല, ആ സ്വർഗത്തിന്റെ മണം, എന്തെന്നില്ലാത്ത സ്വർഗത്തിന്റെ വാസന, ആ സ്വർഗത്തിന്റെ മണം 1000 കൊല്ലത്തെ വഴിദൂരത്തേക്ക് അതാ അടിച്ചു വീശുന്നു. പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ കടക്കൽ പോകട്ടെ, സ്വർഗത്തിന്റെ മണം 1000 കൊല്ലത്തെ വഴിദൂരത്തേക്ക് സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗത്തിന്റെ മണം 1000 കൊല്ലത്തെ വഴിദൂരത്തേക്ക് മണം അടിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ 1000കണക്കിന് കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുമ്പോൾ വല്ലാഹി ലാ യജിദുഹാ, 1000കണക്കിന് കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുകയാണ്. അർഹമുർ റഹീമായ ആ മണമെങ്കിലും ആസ്വദിക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. 1000കണക്കിന് സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനേ, ലോകത്തിന്റെ നേതാവ്, നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാ പറയുന്നത്? വല്ലാഹി ലാ യജിദുഹാ,
സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വല്ലാഹി ലാ യജിദുഹാ, റബ്ബിനെ തന്നെയാണ് സത്യം, ആ സ്വർഗത്തിന്റെ മണം കിട്ടൂല, വല്ലാഹി വല്ലാഹി കിട്ടൂല. ആരാണിത് പറയുന്നത്? നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലാഹി ലാ യജിദുഹാ, 1000 കിലോമീറ്റർ അകലെ സ്വർഗത്തിന്റെ മണം അടിക്കുമ്പോ ആ സ്വർഗത്തിന്റെ മണം കിട്ടൂല. ആരാണ് സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്തവര്? ഒന്നാമതായി നബി തങ്ങൾ പറയുന്നു, അഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളാണ് കേട്ടോ. ഉമ്മാനെ വെറുപ്പിക്കുന്ന, ബാപ്പാനെ വെറുപ്പിക്കുന്ന മക്കള്, അതിന്റെ വിഷയമല്ല, വിശദീകരിക്കുന്നില്ല. ഈ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾക്ക് സ്വർഗത്തിൽ കടക്കല് പോകട്ടെ, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല. രണ്ടാമതായി നബിതങ്ങൾ പറയുന്നു, വലാ ഖാതിഉർ റഹീം, കുടുംബത്തിന്റെ ബന്ധം വലിച്ചെറിയുന്നവരാരാണ്? കുടുംബത്തിന്റെ ബന്ധം പൊട്ടിച്ചെറിയുന്നവരാരാണ്? കുടുംബത്തിന്റെ ബന്ധം മുറിച്ചെറിയുന്നവരാരാണ്? അവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ സ്വർഗത്തിലെ കടക്കല് പോകട്ടെ, അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ അവർക്ക് ഭാഗ്യമില്ല കേട്ടോ. ഇതുവരെ വയല് കേട്ടുകൾ ഇവിടെ നടക്കുമ്പോ ആരെങ്കിലും വയലിന് വരാത്തവരും കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയം കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ജ്യേഷ്ഠനെ അനുജനെ കണ്ടൂടാ, അനുജനിക്ക് ജ്യേഷ്ഠനെ കണ്ടൂടാ, ഉപ്പാക്ക് മക്കളെ കണ്ടൂടാ, മക്കൾക്ക് ഉപ്പാനെ കണ്ടൂടാ, ഭാര്യക്ക് ഭർത്താവിനെ കണ്ടൂടാ, ഭർത്താവിനക്ക് ഭാര്യനെ കണ്ടുകൂടാ. ഈ നിലക്ക് എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞിട്ട് സ്വന്തമായി ഒറ്റക്കായുള്ള ജീവിതം നയിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ കടക്കല് പോകട്ടെ, സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ ഭാഗ്യമില്ല. അപ്പൊ സ്വർഗത്തിന്റെ മണം കിട്ടാതെ കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവര്, അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവര്, മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, വ്യഭിചാരികളില്ലേ, ഹറാമായ വഴിയിലൂടെ വികാരത്തിന് ശമനം കണ്ടെത്തുന്നവര്, വ്യഭിചാരത്തിന്റെ പിന്നാലെ ഓടി നടക്കുന്നവര്, പറയട്ടെ മക്കളെ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കൂല. പറയട്ടെ, സയ്യിദ് മദനി റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് ആരെങ്കിലും ഉറൂസിന് വന്നിട്ട് എവിടെയെങ്കിലും അന്യപ്പെണ്ണിന്റെ സ്നേഹമായി നടക്കുന്നുണ്ടെങ്കിൽ അതേ മദനി തങ്ങൾ പൊരുത്തപ്പെടൂല. ഒന്നും കൂടി പറയട്ടെ, താജുൽ ഉലമാന്റെ റൂം അവിടെയുണ്ട് കേട്ടോ. ഇന്നും അകത്തേക്ക് കടക്കാൻ പേടിയാണ്, അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. താജുൽ ഉലമ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജിൽ താജുൽ ഉലമ ഉണ്ട് കേട്ടോ. ഈ സരസ് നിയന്ത്രിക്കുന്നത് ഹംസഹാജി അല്ല, നിയന്ത്രിക്കുന്ന താജുൽ ഉലമയാണ്. ഇവിടെ ചുറ്റുപറ്റങ്ങളൊക്കെ താജുൽ ഉലമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അന്യപ്പെണ്ണിന്റെ സ്നേഹമായി എവിടെയെങ്കിലും വലസ് നടക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, അതേ മദിനിത്തങ്ങൾ പൊരുത്തപ്പെടൂല, താജുൽ ഉലമ പൊരുത്തപ്പെടൂല. പോരാ പോരാ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് അതേ 1000 കൊല്ലത്തെ വഴി ദൂരത്തേക്ക് സ്വതേ സ്വർഗത്തിന്റെ മണം അടിച്ചു വീശുമ്പോൾ ആ സ്വർഗത്തിന്റെ മണം പോലും ഈ വ്യഭിചാരിക്ക് കിട്ടൂല. നാലാമതായി നബി തങ്ങൾ പറയുന്നത് കണ്ടോ, വലാ ജാറുൽ ഇസാറഹു ഖുയലാ. ഇതാണ് ഞാൻ ഈ ഹദീസ് പറയാനുള്ള കാരണം.
സ്വർഗത്തിന്റെ മണം പോലും കിട്ടാത്തവർ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കള്, കുടുംബത്തിന്റെ ബന്ധം മുറിക്കുന്നവര്, അതുപോലെ വ്യഭിചാരികള്. നാലാമതായി പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി വലാ ജാറുൻ ഇസാറഹു ഖുയലാ. അഹങ്കാരത്തിന് വേണ്ടി മാത്രം അതാ നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിച്ച് നടക്കുന്നവരാരാണ്? അവര് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ സ്വർഗത്തിലേക്ക് അടുക്കൂലെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയൂല. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഒരിക്കലും നെരിയാണിക്ക് താഴെ വസ്ത്രം അതേ വലിച്ചിറക്കരുത്. നിന്റെ ഏതു വസ്ത്രമായാലും ഒരിക്കലും അത് പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോ ഒരു സ്ഥലത്തുനിന്ന് ഒരാളോട് ചോദിച്ചു, അല്ല ഉസ്താദേ, നെരിയാണിക്ക് താഴെ വസ്ത്രം താഴോട്ടിടൽ ഇത് ഭയങ്കര ശിക്ഷ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാ ഫിഖീന്റെ കിതാബ് നോക്കുമ്പോൾ നെരിയാണിക്ക് താഴെ വസ്ത്രങ്ങളിൽ കറാഹത്ത് എന്നല്ലേ കാണുന്നത്? കറാഹത്തിന് ശിക്ഷയുണ്ടോ? മോനെ താലിൽ ഉപ്പിട്ട് നോക്കണം. അത് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത് നിങ്ങൾ കുറെ കൊല്ലം ബാക്കി കൂട്ടിയേ അല്ലേ? കറാഹത്തല്ലേ നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് ഇറക്കി വെക്കല്? കറാഹത്തിനേക്ക് കുറ്റമുണ്ടോ? ഈ മാതിരിയൊക്കെ ഡേഞ്ചറൊക്കെ പറയുന്നു, നരകത്തിലെത്തിയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു, കറാഹത്തിനേക്ക് കുറ്റമുണ്ടോ? എന്നാ നിങ്ങൾ കണ്ടില്ലേ ജനാപത്ത് കുളിക്കാരെ താടി വടിക്കൽ, മീശ വടിക്കൽ, എന്താ വിധി? കറാഹത്തല്ലേ? എന്നാ നാളെ റബ്ബിന്റെ കോടതിക്ക് എത്തിയാലോ, വെന്മാശറയിലേക്ക് പോകുമ്പോ ഈ താടിമുടികളും ഒക്കെ അവന്റെ ശരീരത്തിൽ പാറ്റി പിടിച്ചിട്ട് നാറിയിട്ട് സഹിക്കാൻ കഴിയാതെ മനുഷ്യന്മാർ ഓനെ കാണുമ്പോ പോടെ എവിടുന്ന് നാറിയിട്ട് സഹിക്കാൻ കഴിയില്ല. കണ്ടില്ലേ? കറാഹത്തല്ലേ സംഗതി? കറാഹത്ത് രണ്ടെണ്ണുണ്ട്. ഒരു കറാഹത്തല്ല, തഹ്രീമിന്റെ കറാഹത്ത്, തൻസീഹിന്റെ കറാഹത്ത്. അത് ഫിഖീന്റെ കിതാബ് മാത്രം എവിടെയെങ്കിലും ഒന്ന് 10 കിതാബ് മാത്രം നോക്കിയാൽ വരെ, കുറച്ച് അങ്ങോട്ടും കൂടി നോക്കണം. അപ്പോൾ ഇമാമികൾ വിശദീകരിച്ചിട്ട് കാണാം കുറ്റം കിട്ടുന്ന കറാഹത്തുമുണ്ട്. അതിന്റെ പേരാണ് തഹ്രീമിന്റെ കറാഹത്ത്. ഇമാമികൾ പറയുന്നു നെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കൽ ചില കിതാബിൽ ഹറാമും കാണുന്നുണ്ട്, ചില കിതാബിൽ കറാഹത്തൊന്നും കാണുന്നുണ്ട്. ആ കറാഹത്തും തഹ്രീമും എങ്ങനെ ബന്ധിപ്പിക്കും? അത് തഹ്രീമിന്റെ കറാഹത്താണ്. നിങ്ങൾ കണ്ടില്ലേ? ഏതുപോലെ താടി വടിക്കൽ കറാഹത്താണെന്ന് ഇമാമികൾ പറയുന്നു. ഫത്വുൽ മുഈൻ പറയുന്നു വയഹ്റുമു ഹൽഖു ലിഹിയതിഹി, താടി വടിക്കൽ ഹറാം എന്ന് ഫത്വുൽ മുഈൻ കാണാം അല്ലേ? മറ്റുള്ള കിതാബിൽ കറാഹത്ത് എന്ന് കാണാം. എങ്ങനെ ബന്ധിപ്പിക്കും? അതൊക്കെ ബന്ധിപ്പിക്കണം. ഇമാമികൾ ബന്ധിപ്പിച്ചു, അതിന് താജുൽ ഉലമ ബന്ധിപ്പിച്ചു, ലോകത്തുള്ള പണ്ഡിതന്മാര് ബന്ധിപ്പിച്ചു. ഒരു സ്ഥലത്ത് ഒരു മസ്അലയെ സംബന്ധിച്ച് ഹറാമാണെന്ന് വന്നു, അതേ മസ്അല മറ്റൊരു സ്ഥലത്ത് കറാഹത്ത് എന്ന് വന്നാൽ അത് തഹ്രീമിന്റെ കറാഹത്താണ്, ഒരു സാധാരണ കറാഹത്തല്ല എന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചത് കാണാം. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ നെരിയാണിക്ക് തലവസ്ത്രം ഇട്ട് വലിക്കൽ അപകടകരമാണ്, ഡേഞ്ചറാണ്. അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് ഇവിടെ വയല് കളിക്കുന്ന മുഅ്മിനീങ്ങളോട് ഇനി മുതൽക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമതായി പറയട്ടെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ കണ്ടോ ഇന്ന് ചില മനുഷ്യന്മാർ ഇവിടെ വയല് കേൾക്കാൻ വന്നതുകൊണ്ട് നല്ല റാഹത്തിലാ കാണുന്നു. ചില മംഗലപ്പുരക്ക് പോയാൽ ചില ആണിനെ നോക്കുമ്പോ പെണ്ണാണെന്ന് തിരിയുന്നില്ല, പെണ്ണിനെ നോക്കുമ്പോ ആണെന്ന് തിരിയുന്നില്ല. ഇങ്ങനത്തെ കോലത്തിലാണ് ഇന്ന് കാണുന്നത് അല്ലേ? ആണ് പെണ്ണാണോ തിരിയുന്നില്ല, പെണ്ണ് ആണാണോ തിരിയുന്നില്ല. പെണ്ണാവാൻ ഭയങ്കര പൂതിയ, ചില പെണ്ണുങ്ങൾക്ക് ആണാവാനും ഭയങ്കര പൂതിയ അല്ലേ? ഏതെല്ലാം മോഡലുകളാണ്. എന്നാ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ വൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ചില പുരുഷന്മാര് ചില പുരുഷന്മാർ അവർ സ്ത്രീകളെ കോശം കെട്ടുകയാണ്, അവർ സ്ത്രീകളെ കോലം കെട്ടുകയാണ്, അവർ സ്ത്രീകളോട് സാദൃശ്യമാകുകയാണ്. അതുപോലെ ചില പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കോലത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ടൗണിലൊക്കെ കണ്ടില്ലേ പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് പാന്റും ഷർട്ടും? ഇന്നാരാ ചെറുപ്പക്കാരിയാകുന്ന പെൺകുട്ടികള് ജീൻസും പാന്റും ധരിച്ച് നടക്കുന്നവരാണ്. അതാ പുരുഷന്മാരെ കോലം കെട്ടുകയാണ് ചില പെണ്ണുങ്ങൾ.
തങ്ങൾ. അതുപോലെ ചില പുരുഷന്മാര് പെണ്ണുങ്ങളെ കോലം കെട്ടുകയാണ്. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരേ ആരാണ് പുരുഷനായിട്ട് പെണ്ണിന്റെ കോലം കെട്ടുന്നവര്, അതുപോലെ പെണ്ണായിട്ട് പുരുഷന്റെ കോലം കെട്ടുന്നവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുകയാണ്, അവരെ ശാപം വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരിക്കലും ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ വേഷം ധരിക്കാൻ പാടില്ല. ഇവിടെ അത് കേൾക്കുന്ന പങ്ങന്മാരോട് സഹോദരിയോട് പറയട്ടെ, ഒരൊറ്റ പെണ്ണും ഒരു പുരുഷൻ ധരിക്കുന്നത് പോലെ ജീൻസ് പാന്റും ഷർട്ടും ഇട്ട് ധരിക്കുന്ന ഒരു കോലം അത് ഉണ്ടാകാനേ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷന്മാര്, ആ പുരുഷന്മാരെയും റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് അവരെ ശപിച്ചിട്ടുണ്ട്. ശപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിർരിജാലി, അരേ ലൈസ മിന്നാ മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാഇ വലാ തശബ്ബഹ ബിന്നിസാഇ മിനർ റിജാൽ. അരേ പുരുഷനായിട്ട് പെണ്ണിനോട് സാദൃശ്യമാകുന്നവൻ, പെണ്ണായിട്ട് പുരുഷന്മാരോട് സാദൃശ്യമാകുന്നവര്, അരേ ആണായിട്ട് പെണ്ണിന്റെ കോലം കെട്ടുന്നവര്, പെണ്ണായിട്ട് ആണിന്റെ കോലം കെട്ടുന്നവര്, അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് ണ്ടെന്ന് മാത്രമല്ല, ലൈസ മിന്നാ, അവർ നമ്മളിൽ പെട്ടവരല്ല, അവർ എന്റെ സമുദായത്തിലെ പെട്ടവരല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ചില പുരുഷന്മാർ പെണ്ണിന്റെ കോലം അതിപ്പോ കാണിക്കാൻ ഇപ്പാരെയും കാണുന്നില്ല, മംഗളത്തിന്റെ പോലെ കാണിച്ചത്. അതുപോലെ ചില പെണ്ണുങ്ങൾ പുരുഷന്മാരെ കോലം തിരിയുന്നില്ല. അജിമാരും വയസ്സന്മാർക്ക് ഉണ്ടാകുമ്പോൾ പറയാൻ നാണക്കെടാണ്. എന്നാലും ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ ആണോ പെണ്ണെന്ന് തിരിയുന്നില്ല, ബാക്കിൽ നോക്കിയാൽ തിരിയുന്നില്ല, ചിലപ്പോൾ മുമ്പ് വെച്ച് നോക്കേണ്ടി വരും ഏതാണ് തിരിയാൻ വേണ്ടി, അല്ലേ? ഈ കോലത്തിലാണ് കോലം കെട്ടുന്നത്. ഞാൻ എന്റെ സ്ത്രീ സമുദായത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇസ്ലാം നല്ല സുന്ദരമായ ഒരു ശൈലിയും സുന്ദരമായ വസ്ത്രധാരണ തന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ സമുദായത്തിലെ പുരുഷന്മാരുടെ വസ്ത്രധാരണ കട്ടെടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഉടുപ്പില്ലാതെ, ലജ്ജയില്ലാതെ, നാണമില്ലാതെ പുരുഷന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങള്, അള്ളാന്റെ ഹബീബ് പറയുന്നു, റബ്ബിന്റെ ശാപം നിനക്കുണ്ട് കേട്ടോ. പോരാ, നീ മുസ്ലിം സമുദായത്തിന് പെട്ടവളല്ല. ഞാനെന്റെ ഉപ്പമാരോട് പറയട്ടെ, അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പയാകുന്ന നമ്മൾ അതിന്റെ കാരണക്കാര് വേറെ ആരുമല്ല. ഈ ജീൻസ് പാന്റും ഷർട്ടും ഒക്കെ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഉപ്പമാരെ നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മളിത് ചിന്തിക്കണ്ടേ? നീ നിന്റെ മോളെ ചെറുക്കെടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് നീ കസാല ഒറ്റയിരുത്തം വേണ്ടിനെടുത്തോണേ, വെറും പൈസ കൊടുത്തിട്ട് വന്ന് നീ റബ്ബിന്റെ കോടതി നീ ഉത്തരം പറയണം കേട്ടോ. വെറുതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കണ്ട. അതുകൊണ്ട് പറയട്ടെ, മക്കളെ കാര്യം ശ്രദ്ധിക്കണം. ആ ഒരു പെണ്ണും ഒരു ആണിന്റെ കോലം കെട്ടിപ്പോകരുതോ, ഒരു പെണ്ണും ഒരു ആണിന്റെ കോലം കെട്ടിപ്പോകാൻ പാടില്ല. ഇനി ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഅത്തുൽ ലുഇനു ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു 4 കൂട്ടം ജനങ്ങൾ അവരെ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ. ഒരു 4 വിഭാഗം ജനങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 കൂട്ടം ജനങ്ങൾ അവർക്ക് ദുനിയാവിലും റബ്ബിന്റെ ശാപം, ആഖിറത്തിലും റബ്ബിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്താ ഉണ്ടാകട്ടെ എന്ന് പറയാൻ കാരണം, അമ്മനത്തിൽ മലായിക്കത്തു, അപ്പൊ തന്നെ മലക്കൾ ആമീൻ പറഞ്ഞു. അപ്പൊ ദുആ, ഈ ഹദീസ് അങ്ങ് പറയുമ്പോൾ മലക്കൾ അങ്ങോട്ട് ആമീൻ, മലക്കൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ വിഷയം?
4 കൂട്ടർക്ക് ദുനിയാവിലും ആഖിറത്തിലും റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ. റസൂലുള്ള പറയുമ്പോൾ അമ്മനത്തിൽ മലായിക മലക്കൾ അപ്പൊ തന്നെ ആമീൻ പറഞ്ഞു. കുടുങ്ങിപ്പോയെന്നെ, നമ്മൾ കുടുങ്ങിയെന്നെ. മലക്കൾ ആമീൻ പറഞ്ഞ അവനെ ഉത്തരം കിട്ടുന്നൊരു സംശയമുണ്ടോ? ആ മലക്കൾ ആമീൻ പറയാട്. നിങ്ങൾ കണ്ടില്ലേ, മലക്കൾ ആമീൻ നമുക്ക് എപ്പോഴും കിട്ടണം, എപ്പോഴും വേണ്ടേ? എപ്പോഴും മലക്കിന് ആമീൻ കിട്ടണം. അതിനെന്ത് വേണമെന്നോ, മലക്കിന്റെ ആമീൻ കിട്ടാനും മലക്കിന്റെ സഹവാസം കിട്ടാനും നല്ലൊരു പണിയുണ്ട്. എന്റെ വിഷയമല്ല, ഒറ്റ മിനിറ്റിന് മാത്രം. എന്താണ് ചെയ്യേണ്ടത്? സുബഹിന്റെ ജമാഅത്തിനും അസറിന്റെ ജമാഅത്തിനും പള്ളിക്ക് പോകണം. ഏത് ചെയ്തതിനെ കയ്യാത്ത 2 സംഗതിയല്ലേ പഠിച്ചോ? ഇതൊന്നും കൈത വിഷയം ചെയ്യുന്ന മോശമില്ല. ഏതാ? സുബഹിക്കും അസറിനും ജമാഅത്തിന് പള്ളിക്ക് പോകണം. സുബഹിന്റെ ജമാഅത്തിനും അസറിന്റെ ജമാഅത്തിനും പോയാൽ മലക്കിന്റെ ആമീനും കിട്ടും, മലക്കിനോട് സഹവാസം കിട്ടും. എന്തേ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തനബി തങ്ങൾ പറയുന്നു, ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാനും കാക്കാനും ഏൽപ്പിക്കപ്പെടുന്ന മലക്കുകൾ, ആ മലക്കുകൾ രാത്രി കാക്കുന്ന മലക്കുകൾ അതാ സുബഹി വരെ. എന്നിട്ട് സുബഹി മുതൽ പിറ്റന്നാൾ കാക്കേണ്ട മലക്കുകൾ 2 കൂട്ടം മലക്കുകൾ സുബഹിന്റെ ജമാഅത്തിലാണ്. ആ സുബഹിന്റെ ജമാഅത്തിന് പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബഹിന്റെ ജമാഅത്തിന് വരുന്നു. രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകളും സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് ദാ റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങിപ്പോകുന്നു. 2 കൂട്ടം മലക്കുകൾ സംഗമിക്കുന്ന ഒരു ജമാഅത്താണ് സുബഹിന്റെ ജമാഅത്ത്. അതുപോലെ അസറാകുമ്പോഴോ രാവിലെ വന്ന മലക്കുകൾ അസർ കഴിഞ്ഞ് പോകാനാകുമ്പോൾ അസറിന്റെ ജമാഅത്തിന് അവരും കൂടുന്നു. ഇനി അസർ മുതൽ രാത്രിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട മലക്കുകൾ അവരും അസറിന്റെ ജമാഅത്തിന് വരുന്നു. 2 കൂട്ടം മലക്കൾ സംഗമിക്കുന്ന ഏറ്റവും വലിയ നിസ്കാരമാണ് സുബഹിന്റെ ജമാഅത്ത്. അതുപോലെ തന്നെ അസറിന്റെ ജമാഅത്ത്. ഈ 2 ജമാഅത്തിനോട് സംഗമിച്ചാൽ മലക്കിന്റെ ആമീൻ കിട്ടും, മലക്കിന്റെ സഹവാസം കിട്ടും, മലക്കുകളെ ബന്ധം കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കുറച്ചാൾ എതിർന്ന് ആമിയാക്കി, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ 4 ആമിയാക്കിയിട്ടില്ല. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 ജമാഅത്ത് വളരെയധികം ഭാഗ്യമുള്ളൊരു ജമാഅത്താണ്. മലക്കുകളോട് സഹവാസം കിട്ടുന്ന ജമാഅത്താണ്. അള്ളാഹു ജീവിതത്തിൽ മരണം വരെ അത് മുറുകെ പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാണ്, 4 കൂട്ടരെ ദുനിയാവിലും ആഖിറത്തിലും ശാപം പോരാ. ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ടായാൽ മാത്രം പോരാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ പേരിയാണ് നമുക്ക് വരുമ്പോൾ ആരും നോക്കരുത്. ഇപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരാണ് 4 കൂട്ടര്? റജുലുൻ ജഅലഹുല്ലാഹു ദക്കറാ, അല്ലാഹു പുരുഷന്മാരാക്കിയ ഒരു കൂട്ടരാണ്. അല്ലാഹു അവനെ ആണായി പടച്ചിരിക്കുകയാണ്. ഫഅന്നത നഫ്സഹു, അവനവന്റെ ശരീരത്തിനെ പെണ്ണാക്കുകയാണ്. അല്ലാഹു ആണായി പടച്ചതാണ്, അപ്പോൾ അതാ അവന്റെ ശരീരത്തിന് അവൻ പെണ്ണാക്കുകയാണ്. ഈ ഒരു മനുഷ്യനെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ശപിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമതായി നബി തങ്ങൾ പറയുന്നു, ഒരു പെണ്ണായ ഒരു പെണ്ണാണ് ജഅലഹുല്ലാഹു ഉൻസാ, അല്ലാഹു അവളെ പെണ്ണാക്കിയിരിക്കുകയാണ്. ഫതദക്കറത്ത്, അവൾ ആണാകാൻ വേണ്ടി നടിക്കുകയാണ്, അവൾ ആണിന്റെ സ്വഭാവത്തിലേക്ക് വരികയാണ്. ഇവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വന്യരായ ദേവശോല ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും ഇരിക്കാൻ ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. 9:30 മണിയാണ് എനിക്ക് അനുവദിച്ച സമയം, ഞാൻ നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കൂട്ടം ജനങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപമാ. 1, അല്ലാഹു ആണായി പടച്ചവൻ അവൻ സ്വയം പെണ്ണായി നടിക്കുന്നു. 2, പെണ്ണായി പടച്ചവർ, ആ പെണ്ണായി പടച്ചവർ അല്ലാഹു തആല പടച്ചത് പെണ്ണായിട്ടാണ്. അവൻ അവന്റെ ശരീരത്തിനെ എപ്പോഴും ആണാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആണുങ്ങളെ കോലം കെട്ടുന്നു, ആണുങ്ങളെ വേഷം കെട്ടുന്നു. ഈ നിലയ്ക്ക് പെണ്ണായി പറന്നവൻ ആണിന്റെ വേഷം കെട്ടി, ആണായി പറന്നവൻ പെണ്ണിന്റെ വേഷം കെട്ടി. ഈ
നിലക്ക് ജീവിക്കുന്നവർ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ശാപമുണ്ടെന്ന്, റബ്ബിന്റെ ശാപമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എപ്പോഴും മുസ്ലിം അവനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആ പുരുഷന്റെ വേഷത്തോടെ, സ്ത്രീയുടെ വേഷത്തോടെ ഇസ്ലാമിക ആ വസ്ത്രധാരണം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഏകദേശം പുരുഷന്മാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി പെണ്ണുങ്ങളെ വസ്ത്രധാരണ ഇൻഷാ അല്ലാഹ് ദേവസ്വര ഉസ്താദ് നന്നായി പറയും. അല്ലാഹു നമ്മുടെ സരസ് കബൂലാക്കി തരട്ടെ, അല്ലാഹു സരസ് സ്വീകരിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, സയ്യിദ് മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായി ഞങ്ങൾ എല്ലാവരെയും നന്നാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ റഹ്മാനെ. താജുൽ ഉലമയുടെ പൊരുത്തം തരണേ അല്ലാഹ്, താജുൽ ഉലമയുടെ പൊരുത്തം തരണേ റഹ്മാനെ. അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. താജുൽ ഉലമയുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ പിന്നാലെ അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് അവിടുത്തെ പിന്നാലെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെയും സകല പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകി അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങൾ എല്ലാവരും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء وصيتോടെ السلام عليكم ورحمة الله. ഇതുവരെ സാരവത്തായ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ദേലമ്പാടി റഫീഖ് സയ്യിദ് ഉസ്താദ് അവർക്ക് നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു പുസ്തക പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട തോക്യ ഉസ്താദ് എഴുതിയ നാഗദോഷ എന്ന പുസ്തകം ദർഗാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട US ഹംസ ഹാജി അവരുകൾ ബഹുമാനപ്പെട്ട ദേവർഷോൽ ഉസ്താദിന് കൊടുത്തു.